പക്ഷെ കഴിഞ്ഞ കോവിഡ് കാലത്ത് കേരളത്തിലെ സർക്കാരോ ഇന്ത്യയിലെ തന്നെ ഗവൺമെന്റോ ചെയ്തതിനേക്കാൾ ഒരു ബദൽ സർക്കാരായി ജനങ്ങൾക്ക് വേണ്ടി നിന്ന ഒരു പ്രസ്ഥാനമാണ് KMCC. പ്രവാസത്തിരിക്കുന്ന കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ലീഗിന്റെയും മറ്റ് ഘടകകക്ഷികളുടെയും പ്രവർത്തകരുടെ ഒരു വീര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ നാട്ടിലുള്ളതിന്റെ 10 ഇരട്ടിയാണ്. നമ്മളെക്കാട്ടിലും ടെൻഷൻ അനുഭവിക്കുന്നത് അവിടെ ഇരുന്നിട്ടാണ്. അവർ അവിടെ ഇരുന്ന് സൈബർ ഇടങ്ങളിൽ ഇരുന്ന് പാർട്ടിക്ക് വേണ്ടി മുന്നണിക്ക് വേണ്ടിയൊക്കെ വാദിക്കുന്നത് പോലെ അവർ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ നമ്മൾ നാട്ടിൽ പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ 140 സീറ്റിലും ജയിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ കമ്മിറ്റ്മെന്റ്, ആത്മസമർപ്പണം എന്നൊക്കെ പറയുന്നത്, കാരണം ആലോചിച്ച് നോക്കണം, 12-14 മണിക്കൂർ ഡ്യൂട്ടി എടുത്ത് വന്ന് തിരിച്ചു വന്നിട്ടാണ് ഈ ഫോണിലും കമ്പ്യൂട്ടറിന്റെ മുമ്പിലും ഇരുന്നുകൊണ്ട് അവരിതൊക്കെ ചെയ്യുന്നത് നമുക്ക് വേണ്ടി. അവരുടെ മനസ്സിവിടെയാണ്. എത്രയോ വീടുകളിൽ വൈകുന്നേരങ്ങളിലെ പര്യടനത്തിന് മുമ്പോ വീഡിയോ കോളിലാണ്. ആ വീട്ടിലെ ഉമ്മമാര് വീഡിയോ കോൾ വിളിച്ച് സ്ഥാനാർത്ഥിയെ കാണിച്ചു കൊടുക്കുകയാണ്. ചിലരൊക്കെ കരയുകയാണ്. ഈ ചേർത്ത് പിടിക്കലിന് എങ്ങനെ നന്ദി പറഞ്ഞെന്നറിയില്ല. വരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കോവിഡ് ആയതുകൊണ്ട് പല രാജ്യങ്ങളിൽ നിന്ന് വന്നാൽ തിരിച്ചുപോക്ക് ബുദ്ധിമുട്ടാവും. അത് കാരണം മുറുക്കണം എന്ന് പറയുന്നവരുണ്ട്. ഞാൻ ഞെട്ടുകയാണ് ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ. നിങ്ങൾ ചെയ്യുന്നതിന് എങ്ങനെയാണ് തിരിച്ച് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. KMCC പോലെ തന്നെ ഇൻകാസിന്റെയും OICCയുടെയും പ്രവാസ ലോകത്തുള്ള നമ്മുടെ UDFന്റെ ഘടകകക്ഷികളുടെ മുഴുവൻ ആളുകളും അവരാണ് സത്യം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിനെ ദൂരസ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥികളെ ഓരോരുത്തരെയും ജയിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ നമ്മളെക്കാൾ പണിയെടുക്കുന്നവർ. ആ പണിയെടുക്കലിന് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടത് പക്ഷേ ഇവിടെ ഇരുന്ന് നമ്മളാണ്. അതുകൊണ്ട് തന്നെ വിമാനം പിടിച്ചു വരാൻ ശ്രമിക്കുന്നവർ, ഇനി വരാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഇപ്പോഴും ആശങ്കയുള്ളവർ, നമ്മുടെ പോസ്റ്റർ ഒറ്റപ്പാലം ഇനി ഡോക്ടർ നോക്കട്ടെ എന്ന് പറഞ്ഞ പോസ്റ്ററിന്റെ കളർ പ്രിന്റ് എടുത്ത് അവനവന്റെ കാർഗോ ബാഗിൽ ഒട്ടിച്ചുകൊണ്ട് വരുന്നവരുടെയൊക്കെ ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ തലകുനിക്കുക എന്നല്ലാതെ വേറെ ഒരു കാര്യം കൂടി എനിക്ക് ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്ക് വേണ്ടി ഈ നിയോജക മണ്ഡലം നിങ്ങളുടെ പേരിൽ തിരിച്ചു പിടിക്കാൻ നമ്പർ 4 ഉണ്ടാകും. നിങ്ങൾ എടുക്കുന്ന ഈ ചെറിയ